താനാണ് അവനേക്കാൾ നല്ലവൻ എന്ന ഭാവമാണ് സാക്ഷാൽ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്നും പുറത്തു പോകാനുണ്ടായ കാരണം. അതെന്തെങ്കിലും ഭൗതിക വിഷയമായിരുന്നില്ല കാര്യം, മറിച്ച് അറിവ്, അള്ളാഹുവിൻ്റെ സാമീപ്യം. ആദമിനല്ല എനിക്കാണ് കൂടുതൽ വേണ്ടത് എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു ആ ഒരു അഹംഭാവത്തിൻ്റെ കാരണം. പക്ഷേ ആ അഹംഭാവവും അസൂയയും അള്ളാഹുവിന് പിടിച്ചില്ല. പിടിച്ചു പുറത്താക്കിയെന്ന് മാത്രമല്ല, പരാജിതരിൽ പരാജിതനായി മാറുകയും നരകാവകാശിയായി തീരുകയും ചെയ്തു ഇബ്ലീസ്. ഓർക്കുക, നമുക്കിടയിൽ നാം ഡെയിലി കാണുന്ന പല ആളുകളും നമ്മെക്കാൾ എത്രയോ നല്ലവരാണ്, നമ്മെക്കാൾ നിഷ്കളങ്കരാണവർ. ഒരുപക്ഷെ 100 കണക്കിന് സുന്നത്തുകൾ ഉണ്ടാകുമ്പോൾ അതിൽ 10 നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യാത്ത 20-30 സുന്നത്തുകൾ ചെയ്യുന്നവരായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. നാം തഹജ്ജുദിന് എണീക്കുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുന്നവരാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കാം നമ്മുടെ അയൽവാസി. കാട്ടിക്കൂട്ടിയുള്ള എൻ്റെ നിസ്കാരത്തെക്കാൾ എത്രയോ ആത്മാർത്ഥമായ, ഭയഭക്തിയുള്ള, ഭംഗിയുള്ള നിസ്കാരമായിരിക്കാം എൻ്റെ സഹോദരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ കൂട്ടുകാരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിനല്ലേ അതിൻ്റെ കാര്യങ്ങൾ അറിയൂ. ഞാൻ ഖുർആൻ പാരായണം ഏതെങ്കിലും ഒരു സൂറത്തിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യുന്നവനായിരിക്കാം. ഇതൊന്നുമല്ലാതെ ഞാൻ തന്നെയാണ് നല്ലവൻ, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഇതൊക്കെ കൊണ്ട് ഞാൻ സുഖസുന്ദരമായി സ്വർഗത്തിൽ പോകുമെന്നുള്ള ചിന്ത ഒരുപക്ഷെ അഹംഭാവത്തിന്റെ ഭാഗമായി കണക്കാക്കേണ്ടി വരും. ഇത് കാരണം റിയാ, ലോകമാന്യം വരുന്നതും കിബർ അറിയാതെ നമ്മളെ പിടികൂടുന്നതും നമ്മൾ സൂക്ഷിക്കണം. അത് നരകപ്രവേശനത്തിന് കാരണമായേക്കാം. രഹസ്യ ജീവിതത്തിൽ പല തെറ്റും ചെയ്ത്, പല ഹറാമും കണ്ട്, പല ഹറാമും കേട്ട്, പല ഹറാമിലൂടെയും ജീവിച്ച് പരസ്യ ജീവിതത്തിൽ ആളുകളെ ഉപദേശിച്ച് നടക്കുന്ന സ്വഭാവവും ഇതിൻ്റെ ഭാഗമാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പരസ്യ ജീവിതത്തെക്കാൾ രഹസ്യ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.